നമ്മൾ തുടർന്ന് അടിസ്ഥാനപരമായിട്ടുള്ള പ്രമാണങ്ങൾ അത് വേദപുസ്തകത്തിൻ്റെ ആദ്യ അധ്യായങ്ങളിൽ നമുക്ക് പഠിക്കാൻ കഴിയും. അത് പ്രധാനമായിട്ടും വേദപുസ്തകത്തിലെ ആദ്യത്തെ 4 അധ്യായങ്ങളിൽ. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താണ് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം. അതാണല്ലോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ 4 ഭാഗങ്ങളിൽ. ഈ 5-ാം ഭാഗത്തിൽ നമുക്ക് പിന്നെയും നോക്കാം മറ്റു ചില കാര്യങ്ങൾ മറഞ്ഞു കിടക്കുന്നത്. അത് പരിശുദ്ധാത്മാവ് നമ്മളെ കാണിച്ചു തരാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് നമ്മളെ മനസ്സിലാക്കാനായിട്ട് സഹായിക്കും മനുഷ്യന്റെ പ്രശ്നം എന്താണെന്ന്. അതിനുശേഷം നമുക്ക് കണ്ടെത്താം അതിന്റെ പരിഹാരം എന്താണെന്ന്. ഈ പ്രശ്നം അഭിമുഖീകരിക്കാൻ ദൈവം എന്താ പരിഹാരം കണ്ടിരിക്കുന്നതെന്ന്. മനുഷ്യനെ ദൈവം എന്തിനാ സൃഷ്ടിച്ചതെന്ന് നമ്മൾ കണ്ടു. ദൈവത്തിന്റെ കരുതൽ, പിശാചിന്റെ തന്ത്രങ്ങൾ, മനുഷ്യന്റെ പതനം, മനുഷ്യന്റെ സ്വതന്ത്ര ഇച്ഛയെക്കുറിച്ച് ചില കാര്യങ്ങൾ ഇന്ന് ഞാൻ പറയാം. മനുഷ്യന് ദൈവം കൊടുത്ത ഒരു വലിയ ദാനം അത് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. ദൈവം ഈ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഗ്രഹങ്ങൾക്ക്, നക്ഷത്രങ്ങൾക്ക്, വൃക്ഷങ്ങൾക്ക് അവർക്ക് തെരഞ്ഞെടുപ്പില്ല. ഗ്രഹങ്ങൾ ദൈവത്തെ യാന്ത്രികമായിട്ട് അനുസരിച്ചുകൊണ്ടിരിക്കുന്നു ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട്. ഒരു അണു വ്യത്യാസമില്ലാതെ അത് ദൈവത്തെ അനുസരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് ഇത് മാത്രമാണ് ആവശ്യമായിരുന്നെങ്കിൽ, മനുഷ്യരിൽ നിന്ന് അനുസരണം മാത്രമാണ് അവൻ പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ, ആ ഗ്രഹങ്ങളെ പോലെയോ നക്ഷത്രങ്ങളെ പോലെയോ ദൈവത്തിന് സൃഷ്ടിക്കാമായിരുന്നു. ഒരു മനുഷ്യന്റെ രൂപത്തിൽ, രക്തവും മാംസവും ഉള്ളവരായി, എന്നാൽ ആന്തരികമായ ഒരു റോബോട്ടിനെ പോലെ പ്രോഗ്രാം ചെയ്തു. നിങ്ങൾക്ക് അറിയാമല്ലോ, കമ്പ്യൂട്ടറൈസ് ചെയ്തിട്ടുള്ള റോബോട്ടുകളെ അവയ്ക്ക് മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനം ചെയ്യാൻ കഴിയും. സർവശക്തനായ ദൈവത്തിന് ഒരു റോബോട്ട് പോലെ മനുഷ്യനെ സൃഷ്ടിക്കാൻ കഴിയുമായിരുന്നു. അനുസരിക്കാനായിട്ട് പ്രോഗ്രാം ചെയ്ത് അവനെ കൃത്യമായി ആ വൃക്ഷത്തിന്റെ അടുക്കൽ ഒരിക്കലും പോകാതെ ആ നന്മ നിന്നുള്ള വൃക്ഷത്തിന്റെ അടുക്കലേക്ക്, കാരണം അവനെ അങ്ങനെ പ്രോഗ്രാം ചെയ്തിട്ട് ഒരു കമ്പ്യൂട്ടറിനെ പോലെ പ്രോഗ്രാം ചെയ്ത് നമ്മൾ എന്താഗ്രഹിക്കുമോ അത് ചെയ്യിപ്പിക്കാൻ തക്കണം. അതുപോലെ തന്നെ ആദമിനെയും ഹവ്വയെയും ദൈവത്തിന് അങ്ങനെ ചെയ്യാൻ കഴിയുമായിരുന്നു. അങ്ങനെ അവരെ ദൈവത്തെ 100% ദൈവത്തെ അനുസരിക്കാൻ. എന്നാൽ ദൈവത്തിന് അങ്ങനെ നമ്മുടെ അനുസരണം മാത്രമല്ല വേണ്ടിയത്. നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഒക്കെ അങ്ങനെ അവനെ അനുസരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ വൃക്ഷങ്ങൾ, സൃഷ്ടി ദൈവത്തെ അനുസരിക്കുന്നു. ദൈവത്തിന്റെ പ്രമാണങ്ങൾ, ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളിലും അവന് വേണ്ട അനുസരണം എന്ന് പറയുന്നത് മനഃപൂർവ്വമായതൊന്നാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം മനഃപൂർവ്വമല്ലാത്ത അനുസരണം അതിന് വിശുദ്ധി കൊണ്ടുവരാൻ കഴിയത്തില്ല. ദൈവം വിശുദ്ധനാണ്. മനുഷ്യൻ ഒരിക്കലും വിശുദ്ധനാകാൻ കഴിയില്ല അവൻ അനുസരിക്കാനായിട്ട് തെരഞ്ഞെടുക്കുന്നില്ലെങ്കിൽ. സ്വതന്ത്ര ഇച്ഛ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മനുഷ്യന്റെ വിശുദ്ധിക്ക്. ദൈവം ഒരിക്കലും നമ്മൾ എടുത്തു മാറ്റുന്നില്ലത്. ഒരു മനുഷ്യൻ വീണ്ടും ജനിച്ച് ക്രിസ്ത്യാനിയാകുമ്പോൾ ദൈവം അവന്റെ തെരഞ്ഞെടുപ്പാനുള്ള സ്ഥാനത്ത് എടുത്തു കളയുന്നില്ല. ഒരു മനുഷ്യൻ പരിശുദ്ധാത്മാവിൽ അഭിഷക്തനാകുമ്പോൾ ദൈവം അവന്റെ സ്വന്തം ഇച്ഛയെ എടുത്തു കളയുന്നില്ല. അവന്റെ ജീവിതത്തിന്റെ മുഴുവൻ കൺട്രോളും അവന്റെ കയ്യിൽ തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഒരു മനുഷ്യൻ പരിശുദ്ധാത്മാവിൽ അഭിഷക്തനാകുമ്പോൾ അവന് കൂടുതൽ നിയന്ത്രണം ഉണ്ടാവുകയാണ്. കാരണം വേദപുസ്തകം പറയുന്നു ആത്മാവിന്റെ ഫലം ഇന്ദ്രിയ ജയമാണ്. ഗലാത്യർ 5:23 അതുകൊണ്ട് നിങ്ങൾ സംശയത്തോടെ നോക്കണം. ആരെങ്കിലും നിങ്ങളോട് അവൻ പരിശുദ്ധാത്മാവിൽ അഭിഷക്തനായ സമയത്ത് എന്നെ അടുത്ത മൂലയിലേക്ക് എറിഞ്ഞു, ഒരു മുറിയുടെ മൂലയിൽ നിന്നും അന്യഭാഷ പറഞ്ഞ് നിർത്താൻ കഴിഞ്ഞില്ല, അവനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല, അതെന്നെ പലപ്പോഴും സംശയാലുവാകും. കാരണം ഞാൻ വേദപുസ്തകത്തിൽ കാണുന്നത് അത് പലപ്പോഴും പിശാചുക്കൾ അവരാണ് അവന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നത്. പിശാച് ബാധിതരായ ആളുകൾ അവരുടെ നിയന്ത്രണം നഷ്ടമാകുന്നു. ഇങ്ങനെയുള്ള ഒത്തിരി കാര്യം ഞാൻ കണ്ടിട്ടുണ്ട്. പിശാച് ബാധിച്ച ആളുകളെ അവർക്ക് അവരുടെ മേൽ ഒരു നിയന്ത്രണവും കാണുന്നില്ല. പിശാച് വരുന്നത് മനുഷ്യനെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ്. ദൈവം മനുഷ്യനെ അങ്ങനെ നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവന്റെ സ്വതന്ത്ര ഇച്ഛ എടുത്തു കളയുന്ന ഒരു തരത്തിൽ. എന്നാൽ പിശാച് മനുഷ്യന്റെ സ്വതന്ത്ര ഇച്ഛ എടുത്തു കളയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പിശാച് ബാധിച്ച ആളുകളെ കണ്ടിട്ടുണ്ട്. അവർക്ക് അവരുടെ മേൽ ഒരു നിയന്ത്രണവും ഇല്ല. അതുകൊണ്ടാണ് നിങ്ങൾ വേദപുസ്തകത്തിൽ പിശാച് ബാധിതരെന്ന് പറയുന്നത്. എന്നാൽ നിങ്ങൾ വേദപുസ്തകത്തിൽ ഒരിക്കലും പരിശുദ്ധാത്മാ ബാധിതരെന്ന് കാണുന്നില്ല. വേദപുസ്തകത്തിൽ നാം വായിക്കുന്ന പരിശുദ്ധാത്മാവിനെ നിറഞ്ഞവര്. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? നിറയുക, ബാധിക്കുക. പരിശുദ്ധാത്മാവ് ഒരാളെ നിറയ്ക്കുന്നു, ദുരാത്മാവ് ബാധിക്കുന്നു. ബാധിക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ നിയന്ത്രണം ഏറ്റെടുക്കുക. പിശാച് ബാധിച്ച ഒരാൾക്ക് അറിയില്ല അവൻ എന്താണ്
പറയുന്നെന്ന്, എന്താണ് അവൻ ചെയ്യുന്നെന്ന് അവരെല്ലാ തരത്തിലുള്ള മണ്ടത്തരങ്ങളും ചെയ്യും. എന്നാൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരാൾ, അവന് പൂർണ്ണമായി 100% നിയന്ത്രണം എല്ലാ കാര്യത്തിലും എപ്പോഴും. 1 കൊരിന്ത്യർ 14 അധ്യായത്തിൽ പറയുന്നു, പ്രവാചകന്മാരുടെ ആത്മാവ് പ്രവാചകന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. നിങ്ങൾക്ക് ഈ വാക്യം സുപരിചിതമല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്കായിട്ട് വായിച്ചു കേൾപ്പിക്കാം. 1 കൊരിന്ത്യർ 14 അധ്യായം 32 വാക്യം. പ്രവാചകന്മാരുടെ ആത്മാവ് പ്രവാചകന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. അതിൻ്റെ അർത്ഥം, പരിശുദ്ധാത്മാവിനെ നിറച്ചു കഴിയുമ്പം ഞാൻ ആ പരിശുദ്ധാത്മാവിന്റെ ദാനത്തെ ഉപയോഗിക്കുന്നു. അതൊരു പക്ഷെങ്കിൽ പ്രവചനമാകാം, അത് പഠിപ്പിക്കുന്നതാകാം, അല്ലെങ്കിൽ അന്യഭാഷ പറയുന്നതാകാം, എന്തെങ്കിലും ആകാം. ഇതിന്മേലെല്ലാം എനിക്ക് പൂർണ്ണ നിയന്ത്രണമുണ്ട്. എനിക്കത് തുടങ്ങാം, എനിക്കത് നിർത്താം ഞാൻ ആഗ്രഹിക്കുമ്പോൾ. ഞാൻ പറയുകയാണ്, എനിക്ക് എൻ്റെ മേൽ നിയന്ത്രണമില്ല. ഉദാഹരണത്തിന് ഞാനിവിടെ നിന്ന് സംസാരിക്കുന്നു, ചിന്തിച്ചു നോക്കൂ, എനിക്ക് എൻ്റെ മേൽ നിയന്ത്രണമില്ല. എനിക്ക് സംസാരിച്ച് നിർത്താൻ കഴിയില്ല. ഈ പ്രോഗ്രാം കഴിഞ്ഞാലും അത് ലജ്ജാവഹമാണ്. എന്നാൽ പിശാച് ബാധിച്ച ഒരാളാണ് ഇവിടെ നിൽക്കുന്നതെങ്കിൽ അവനവനെ തന്നെ നിയന്ത്രിക്കാൻ കഴിയില്ല, എപ്പോൾ തുടങ്ങണമെന്നോ എപ്പോൾ അവസാനിപ്പിക്കണമെന്നോ. എന്നാൽ പ്രവാചകന്മാരുടെ ആത്മാക്കൾ പ്രവാചകന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കും. പരിശുദ്ധാത്മാവിന്റെ എല്ലാ ദാനങ്ങളും അത് നമുക്ക് നൽകപ്പെട്ടതാണ്. എന്നാൽ നമ്മളാണ് അത് ഉപയോഗിക്കേണ്ടത്. നമ്മുടെ തിരഞ്ഞെടുപ്പ് പോലെ മനുഷ്യന് ദൈവം പഠിപ്പിക്കാനുള്ള വരം കൊടുക്കുമ്പോൾ, പഠിപ്പിക്കാനുള്ള വരം ദൈവം എനിക്ക് നൽകിയിട്ടുണ്ട്. നിങ്ങൾ എന്നെ അർദ്ധരാത്രിയിൽ 3 മണിക്ക് വിളിച്ച് ഉണർത്തിയാൽ 1 മണിക്കൂർ ഉപദേശിക്കാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ 10 മിനിറ്റ് എനിക്ക് ചെയ്യാൻ കഴിയും. കാരണം ആ വരം എനിക്ക് നൽകിയിട്ടുണ്ട്. ഈ ആത്മാവ് എൻ്റെ ആത്മാവിന് അത് കീഴ്പ്പെട്ടാണ് ഇരിക്കുന്നത്. ഈ സ്വതന്ത്ര ഇച്ഛ അത് ദൈവം ആദാമിന് കൊടുത്താണ്. ദൈവം ആദാം ഒരു തെരഞ്ഞെടുപ്പെടുക്കാൻ ആഗ്രഹിച്ചു, വിശുദ്ധനാകാൻ തക്കവണ്ണം. അതുകൊണ്ടാണ് ദൈവം അവനെ ഏദൻ തോട്ടത്തിലേക്ക് അയച്ചപ്പം നീ ഇഷ്ടമുള്ള പോലെ ചെയ്തോളാം എന്ന് പറയാതിരുന്നത്. അങ്ങനെയെങ്കിൽ എങ്ങനെ അറിയും ദൈവത്തിനായിട്ട് അവനവന്റെ ഇച്ഛ ഉപയോഗിക്കുന്നുവെന്ന്? അതുകൊണ്ട് ദൈവം പറഞ്ഞു, 10,000 അതിൽ കൂടുതലോ വൃക്ഷങ്ങൾ അവിടെ ഉണ്ട്, എന്നാൽ ഈ ഒരു വൃക്ഷം അതിൽ നിന്ന് നീ ഭക്ഷിക്കരുത്. അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കൽപ്പനയായിരുന്നു. നിങ്ങൾ ഒരു മനുഷ്യനെ അനുവദിക്കുന്നു 10,000 കാര്യം ഒരു മുറിയിലുള്ളത്, എന്നാൽ പാടില്ലാത്ത ഒരു കാര്യം. അത് വളരെ ബുദ്ധിമുട്ടാണെന്ന് പറയാൻ കഴിയില്ല. അതാണ് ഏറ്റവും ബുദ്ധിമുട്ടില്ലാത്ത കാര്യം. എന്നാൽ ദൈവം തിരിച്ചിങ്ങനെയാ പറഞ്ഞിരുന്നെങ്കിൽ, ദൈവം ആദാമിനോട് പറയുന്നു, ഇവിടെ 10,000 വൃക്ഷമുണ്ട്, നിനക്ക് കഴിക്കാൻ പറ്റാത്തത് ഈ ഒരു വൃക്ഷം മാത്രമേ നിനക്ക് കഴിക്കാൻ കഴിയുള്ളൂ, എങ്കിൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. എന്നാൽ അങ്ങനെ അല്ലായിരുന്നു. ദൈവത്തിന്റെ കൽപ്പനകൾ പ്രയാസമുള്ളതല്ല, അവന്റെ കൽപ്പനകൾ ഭാരമുള്ളതല്ല. 1 യോഹന്നാൻ 5 പറയുന്നു, അവന്റെ കൽപ്പനകൾ ഭാരമുള്ളതല്ല. പിശാചാണ് പറയുന്നത് ദൈവത്തിന്റെ കൽപ്പനകള് ഭാരമുള്ളതും വിഷമിപ്പിക്കുന്നതുമാണ്. യേശു പറയുന്നു, എന്റെ നുകം മൃദുവാണ്, എന്റെ ഭാരം ലഘുവാണ്. മത്തായിയുടെ സുവിശേഷം 11 അധ്യായം 29-30 വാക്യങ്ങൾ. എന്റെ നുകം എടുക്കുക, അത് മൃദുവാണ്. എന്നാൽ ആ നുകം പിശാചിന്റെ ഭാരമുള്ളതാണ്. ആ നുകം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്വയം തിരഞ്ഞെടുക്കുന്നതാണ്. അത് വളരെ ഭാരമുള്ളതാണ്. നാം ഇവിടെ കണ്ടത് ആ സ്വതന്ത്ര ഇച്ഛ ദൈവം നമ്മളിൽ നിന്ന് ഒരിക്കലും എടുത്തു മാറ്റുന്നില്ല. നിങ്ങളുടെ ജീവിത അവസാനം വരെ ഈ ലോകത്ത് ജീവിക്കുന്ന ഏറ്റവും ആത്മനിറവുള്ള മനുഷ്യനായി നിങ്ങൾക്കായിരിക്കാം. അപ്പോൾ തന്നെ നിങ്ങൾ പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള ആളും. നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനം വരെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം, നിങ്ങൾക്ക് ദൈവത്തെ അനുസരിക്കണോ വേണ്ടയോ എന്ന്. ദൈവം നിങ്ങളെ എങ്ങനെ കൂട്ടിപ്പിടിക്കത്തില്ല. ഇങ്ങനെ പറയുന്ന പോലെ, ഇപ്പോൾ നീ സ്വർഗത്തിലേക്ക് പോകണം, നിനക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും. ചിലരിങ്ങനെയാ പഠിപ്പിക്കുന്നത്. ഒരിക്കൽ ഞാൻ എന്റെ ജീവിതം കർത്താവിന് കൊടുത്താൽ ദൈവം നിങ്ങളെ എങ്ങനെ കൂട്ടിപ്പിടിക്കും, എനിക്കിപ്പോ സ്വാതന്ത്ര്യമില്ല, എനിക്ക് സ്വർഗത്തിലേക്ക് പോയേ പറ്റൂ, എനിക്ക് വേണേലും ഇല്ലെങ്കിലും. നിങ്ങൾ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ പിന്നെ എന്നൊക്കെ രക്ഷിക്കപ്പെട്ടില്ല, നിനക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും. അതെങ്ങനെയാണ്? അതിന്റെ അർത്ഥം അവന്റെ സ്വതന്ത്ര ഇച്ഛ എടുത്തു കളഞ്ഞിരിക്കുന്നു എന്നാണ്. യേശുക്രിസ്തു പറഞ്ഞു, യോഹന്നാൻ സുവിശേഷം 10 അധ്യായം 27 മുതൽ 29 വരെ, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, അവരെന്നെ അനുഗമിക്കുന്നു. അവരെന്നെ അനുഗമിക്കുമ്പോൾ ഞാൻ അവർക്ക് നിത്യജീവൻ കൊടുക്കുന്നു. എല്ലാവർക്കും അവൻ കൊടുക്കുന്നില്ല. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, അവരെന്നെ അനുഗമിക്കുന്നു, അവർക്ക് ഞാൻ നിത്യജീവൻ കൊടുക്കുന്നു. ആരും അവരെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുന്നില്ല. അവയെ തന്നവൻ എല്ലാവരിലും വലിയവനാണ്. അവരെ ആർക്കും എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ കഴിയില്ല. അങ്ങനെ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്ന യേശുക്രിസ്തു സർവശക്തനാണ്, പിതാവ് സർവശക്തനാണ്, നാം അവന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ഒരു ശക്തിക്കും ഈ സൃഷ്ടിയിലുള്ള ഒന്നിനും അവന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ, അല്ലെങ്കിൽ പിതാവിന്റെ കയ്യിൽ നിന്ന്. എന്നാൽ നമുക്ക് അവന്റെ കയ്യിൽ നിന്ന് ചാടിപ്പോകാൻ കഴിയും. അതാണ് കാര്യം. അങ്ങനെ നമുക്ക് രക്ഷ നഷ്ടപ്പെടുത്താൻ കഴിയും. നാം ഇങ്ങനെ തീരുമാനിക്കുമ്പോൾ, ഞാൻ ഇനിയും കർത്താവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ, അത് ഇതുപോലെ ഒരു മനുഷ്യൻ ഒരു ഭാര്യ ഉപേക്ഷിക്കുന്ന പോലെ യേശുവിനെ അതുപോലെ ഉപേക്ഷിക്കാൻ കഴിയും. എനിക്ക് മതിയായി, ഇത് മതി,
ആളുകൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവം മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ തിരിച്ചെടുത്താൽ, പിശാച് ഒരു മനുഷ്യനെ ബാധിക്കുന്ന പോലെ ഒരു മനുഷ്യനെ ബാധിച്ചാൽ, അങ്ങനെയെങ്കിൽ മനുഷ്യൻ ഒരിക്കലും നഷ്ടപ്പെടില്ല. ആ നിമിഷം തൊട്ട് അവനൊരു യന്ത്ര മനുഷ്യനായിത്തീരും. എന്നാൽ ചില ആളുകൾ പഠിപ്പിക്കുന്നത് ഇതിനോട് വളരെ അടുത്ത് നിൽക്കുന്ന കാര്യമാണ്. ഒരാൾ യേശുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ചു കഴിയുമ്പോൾ ഒരു യന്ത്ര മനുഷ്യനെ പോലെ അവനൊരിക്കലും നഷ്ടപ്പെടാൻ കഴിയില്ല. ഒരു മനുഷ്യൻ പരിശുദ്ധാത്മാവിൽ അഭിഷേകനാകുമ്പോൾ അവന്റെ കൺട്രോളെല്ലാം നഷ്ടപ്പെടും. ഇങ്ങനെയുള്ള ഒത്തിരി ദുരുപദേശങ്ങൾ സ്വതന്ത്ര ഇച്ഛയുടെ പ്രാധാന്യം മനസ്സിലാകാത്തതുകൊണ്ടാണ്. വിശുദ്ധനാകാൻ ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ തെരഞ്ഞെടുപ്പാണ് നിങ്ങൾ വിശുദ്ധനാണോ വേണ്ടതെന്ന്. ആരോ പറഞ്ഞതുപോലെ എല്ലാ മനുഷ്യരും അവരാഗ്രഹിക്കുന്ന പോലെ അവർക്ക് വിശുദ്ധരാകാൻ കഴിയും. ആ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണുകയില്ലെങ്കിലും അത് വളരെ സത്യമാണ്. ഇന്ന് നിങ്ങൾ കൂടുതൽ വിശുദ്ധരാകുന്നില്ലെങ്കിൽ അതിന്റെ യഥാർത്ഥ കാരണം കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നോ? അതിന് കാരണം നിങ്ങൾ കൂടുതൽ വിശുദ്ധനാകാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ്. നിങ്ങൾ ഇന്ന് ആയിരിക്കുന്നതിനേക്കാൾ കൂടുതൽ വിശുദ്ധരാകാൻ നിങ്ങൾ ഇന്ന് ആഗ്രഹിക്കുന്നില്ല എന്ന്. നിങ്ങൾ ആഗ്രഹിച്ചിരുന്നെങ്കിൽ നിങ്ങൾ കൂടുതൽ വിശുദ്ധരായനെ. നിങ്ങളുടെ ജീവിതത്തിൽ ആ തെരഞ്ഞെടുപ്പുകൾ നിങ്ങൾ എടുക്കുമായിരുന്നു. അത് നിങ്ങളെ കൂടുതൽ വിശുദ്ധരാക്കുമായിരുന്നു. നിങ്ങൾ ആ തെരഞ്ഞെടുപ്പ് എടുക്കാതിരുന്നതിന് കാരണം നിങ്ങൾക്കതിൽ താല്പര്യമില്ലായിരുന്നു. കൂടുതൽ വിശുദ്ധിക്ക് എല്ലാം നിങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ അടിസ്ഥാനമാക്കിയാണ്. നിങ്ങൾ എടുത്ത തീരുമാനങ്ങൾ അത് തീരുമാനിക്കും 10 കൊല്ലത്തിന് ശേഷം നിങ്ങൾ എവിടെയാണെന്ന്. ഉദാഹരണത്തിന് യേശു പറഞ്ഞു, ലൂക്കോസ് 9:23 വാക്യം, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ടാൽ, അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിച്ചാൽ, അവൻ തന്റെ ക്രൂശ് എടുത്ത് എല്ലാ നാളും, അപ്പോൾ മാത്രമേ എന്റെ ശിഷ്യനാകാൻ കഴിയൂ. ആർക്കും എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല തന്നെ തന്നെ ക്രൂശ് എടുക്കാതെ, തന്നെ തന്നെ ത്യജിക്കാതെ, ക്രൂശ് എടുക്കാതെ എല്ലാ ദിവസവും. അതിന്റെ അർത്ഥം എന്താണ്? എല്ലാ ദിവസവും എനിക്ക് തിരഞ്ഞെടുക്കാനുള്ള അവസരം വരികയാണ്. ആ തെരഞ്ഞെടുപ്പുകളിൽ എന്റെ സ്വന്തം ഇഷ്ടത്തോട് ഇല്ല എന്ന് പറയുകയും ദൈവ ഇഷ്ടത്തോട് ശരിയെന്നും, അതാണ് ഞാൻ എന്നെ തന്നെ ത്യജിക്കുകയും അവന്റെ ക്രൂശ് എടുക്കുകയും ചെയ്യുമെന്ന് പറയുന്നു. എന്റെ ഇഷ്ടത്തെ മരണത്തിൽ ഏൽപ്പിക്കുകയും ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുകയും. ഒരു മനുഷ്യനെ കുറിച്ച് ചിന്തിച്ചു നോക്കുക. 2 ആളുകൾ ഒരേ ദിവസം രക്ഷിക്കപ്പെട്ടു, ഒരേ സഭയിലേക്ക് പോകുന്നു, ഒരേ അവസരങ്ങള്, ഒരേ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നു. എന്നാൽ 10 കൊല്ലത്തിന് ശേഷം നിങ്ങൾ കണ്ടെത്തുന്നു അവരിൽ ഒരാൾ വളരെ ദൂരം മറ്റൊരാളേക്കാൾ മുന്നിലായിരിക്കുന്നു. അവർ രണ്ടുപേരും ഒരുപോലെ മീറ്റിങ്ങുകൾ പങ്കെടുക്കുകയും ഒരേ സഭയിലായിരുന്നിട്ടും ഒരേ വേദവസം തന്നെ വായിച്ചിട്ടും ഒരേ അവസരങ്ങൾ ഉണ്ടായിട്ടും. എന്തുകൊണ്ട്? കാരണം ആ 10 വർഷങ്ങള് അവർ കടന്നുപോയ എല്ലാ സാഹചര്യങ്ങളിലും ഈ 2 മനുഷ്യരും അഭിമുഖീകരിച്ച അവരെടുത്ത തെരഞ്ഞെടുപ്പുകൾ. ഒരു സഹോദരൻ നിരന്തരമായിട്ട് തന്നെ തന്നെ നിഷേധിച്ചു, ദൈവത്തിന്റെ ഇഷ്ടം തെരഞ്ഞെടുത്തു. എന്നാൽ അടുത്ത ആള് അവൻ ശ്രദ്ധയില്ലാത്തവനായി സ്വന്തം ഇഷ്ടം ചെയ്ത് അതിന്റെ ഫലം ആദ്യം പറഞ്ഞ സഹോദരൻ ആത്മീയമായി മറ്റേ സഹോദരനേക്കാൾ കിലോമീറ്ററുകൾ അപ്പുറത്തെത്തി. രണ്ടുപേരുടെയും തുടക്കം ഒരിടത്ത് തന്നെ ആയി. എന്താണ് ആ വ്യത്യാസത്തിന് കാരണം? അവരെടുക്കുന്ന തീരുമാനങ്ങളാണ്. സ്വതന്ത്ര ഇച്ഛ തീരുമാനിക്കും നിങ്ങൾ എത്ര വിശുദ്ധരാകുമെന്ന്. സ്വതന്ത്ര ഇച്ഛയാണ് തീരുമാനിക്കുന്നത് സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം എന്തായിരിക്കുന്നു. നിങ്ങളുടെ തെരഞ്ഞെടുപ്പുകൾ അതാണ് തീരുമാനിക്കുന്നത് യേശുക്രിസ്തുവിനോട് എത്ര അടുത്ത് നിൽക്കുമെന്ന്. സ്വർഗത്തിൽ അതാണ് ഏറ്റവും വലിയ പ്രതിഫലം മനുഷ്യനോട് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നാം കാണുന്നു ആദാമിന് കൊടുത്ത സ്വതന്ത്ര ഇച്ഛ അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗിഫ്റ്റായിരുന്നു. എന്നെ സംബന്ധിച്ച് ദൈവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം, ഞാൻ വളരെ വിലമതിക്കുന്ന, ഏറ്റവും വിലയേറിയെന്ന് ഞാൻ കരുതുന്ന അവൻ തന്ന തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. ഇതിനാൽ ഞാൻ പിടിക്കപ്പെടുമ്പോൾ നിങ്ങൾക്കറിയാമോ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഫലം കൊണ്ടുവരും. നാം ആരാധിക്കുന്ന ദൈവത്തെ പോലെ നാം ആകും. നിങ്ങൾ ആരാധിക്കുന്ന ദൈവം അശുദ്ധനാണെങ്കിൽ നിങ്ങളും അശുദ്ധരാകും. നിങ്ങൾ ആരാധിക്കുന്ന ദൈവം വിശുദ്ധനാണെങ്കിൽ നിങ്ങളും വിശുദ്ധരാകും. സങ്കീർത്തനം 115 ഇങ്ങനെ പറയുന്നു, ഒരു മനുഷ്യൻ ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കുമ്പം അവൻ അവസാനം അവയെപ്പോലെ ആകുന്നു. സങ്കീർത്തനം 115:8 അവയെ ഉണ്ടാക്കുന്നവൻ അവയെപ്പോലെ ആകുന്നു. നാം ആരാധിക്കുന്ന ദൈവത്തെ പോലെയാണ് നാം ആകുന്നത്. അതുകൊണ്ട് ഞാൻ ആരാധിക്കുന്ന ദൈവം സത്യദൈവം, അവൻ എനിക്ക് തെരഞ്ഞെടുക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നു. അവൻ എന്നെയും അങ്ങനെ ആക്കുന്നു. എന്നോടൊപ്പമോ എന്റെ കീഴിലോ ജോലി ചെയ്യുന്ന മറ്റു മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തിൽ അവർക്ക് ഞാൻ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകും. ഞാൻ എന്റെ സഭയിലുള്ള സഹോദരന്മാർക്ക് ഞാൻ മൂപ്പനായിരിക്കുന്ന തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം, അവരുടെ മുകളിൽ കയറിയിരുന്ന് കൾട്ടുകൾ ചെയ്യുന്ന പോലെ അവരെ നിയന്ത്രിക്കാൻ. കൾട്ടിലുള്ള ആളുകൾ അങ്ങനെ ചെയ്യാറുണ്ട്, കാരണം അവർക്ക് സത്യദൈവത്തെ അറിയത്തില്ല. അവർ വ്യാജ ദൈവത്തെയാണ് ആരാധിക്കുന്നത്. അവരവനെ യേശു എന്ന് വിളിക്കുന്നെങ്കിലും അത് മറ്റൊരു യേശുവാണ്. ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തെ ഏതെങ്കിലും തരത്തിൽ നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവര് ദൈവത്തെ സംബന്ധിച്ചുള്ള ആദ്യ കാര്യം അവരറിയുന്നില്ല. അവർ മനസ്സിലാക്കിയിട്ടുള്ള പിശാചിന്റെ വഴി മാത്രമാണ്. പിശാച് ബാധിക്കുന്നു. കൾട്ട് നേതാക്കന്മാര് നിങ്ങളുടെ മനസ്സിനെ കീഴടക്കുന്നു, നിങ്ങളുടെ വികാരങ്ങളെ, നിങ്ങളുടെ ഇച്ഛയെയും.
എന്നാൽ ദൈവമനുഷ്യർ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകും സർവശക്തനായ ദൈവം നൽകുന്ന പോലെ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു തത്വമാണ്. നിങ്ങളിത് മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾ ഒരു ഇരയാകും. പാസ്റ്റർമാർക്കും നേതാക്കൾക്കും ക്രിസ്ത്യൻ നേതാക്കൾക്കും പ്രസംഗകർക്കും നിങ്ങളുടെ ജീവിതത്തെ കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അവർക്കൊരിക്കലും കീഴ്പ്പെട്ടു കൊടുക്കരുത്. അത് പിശാചിന്റെ വഴിയാണ്. 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൽ വേദപുസ്തകം പറയുന്നു, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു, നിങ്ങൾ മനുഷ്യരുടെ ദാസന്മാർ ആകരുത്. ഇത് ഓർത്തിരിക്കേണ്ടത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. മനുഷ്യന് ദൈവം കൊടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട ദാനം അതവന്റെ മനസാക്ഷിയാണ്. ഇതൊരു വലിയ ദാനമാണ്. മനസാക്ഷിയാണ് നമ്മളോട് പറയുന്നത് നമ്മളൊരു കാര്യം തെറ്റായി ചെയ്തുവെന്ന്. പെട്ടെന്ന് തന്നെ നിങ്ങളൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് തന്നെ മനസാക്ഷി പറയും, ഹേ അത് തെറ്റാണ്, അത് ചെയ്തുകൂടാ. ഇപ്പം ആത്മീയ ജീവിതത്തിൽ നമ്മളെ സൂക്ഷിക്കുന്നത് ഈ മനസാക്ഷിയാണ്. ഈ മനസാക്ഷിയെ കണ്ണുമായിട്ട് തുലനം ചെയ്യാം, മനുഷ്യന്റെ കണ്ണുമായി. യേശു പറഞ്ഞു, കണ്ണ് ചുവന്നതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശമാവും. അന്ധത എന്താണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ കണ്ണടച്ച് പിടിക്കുക. 15 സെക്കൻഡ് നിങ്ങൾക്കറിയും അന്ധത എന്താണെന്ന്. അന്ധനായിരിക്കുക എന്നുള്ളത് ഭയങ്കരമായ കാര്യമാണ്. വെളിച്ചമുള്ളത് കൊണ്ടും നമുക്ക് കാഴ്ചയുള്ളത് കൊണ്ടും വെളിച്ചം വീഴുന്ന പുറത്തുള്ള എല്ലാ വസ്തുക്കൾ നമ്മുടെ തലച്ചോറിലെത്തുകയും വസ്തുക്കളെ, ആളുകളെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ നമ്മുടെ കണ്ണുകള് കേടാണെങ്കിൽ തിമിരം കൊണ്ടോ രോഗങ്ങൾക്കുണ്ടാകുന്ന അന്ധത, അതെല്ലാം വെളിച്ചം വരുന്നത് തടയും, നമുക്ക് കാണാൻ കഴിയത്തില്ല. ഇത് തന്നെയാണ് സംഭവിക്കുന്നത് ഒരു മനുഷ്യൻ തന്നെ മനസാക്ഷിയെ ശ്രദ്ധിക്കാതെ വരുമ്പോൾ. നമ്മളെല്ലാവരും അംഗീകരിക്കുന്നു കാഴ്ച ദൈവം തന്ന വലിയൊരു ദാനമാണെന്ന്. നമുക്ക് 2 കണ്ണുകളുണ്ട്. നമുക്ക് ഒരു കണ്ണുകൊണ്ട് തന്നെ പല കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. എന്നാൽ നമ്മൾ ഒരിക്കലും ഒരു കണ്ണ് മതിയെന്ന് വെക്കുന്നില്ല. നമ്മൾ 2 കണ്ണുകൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ത്രിമാന ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്ന നമ്മൾ 2 കണ്ണുകൾ ഉള്ളതുകൊണ്ട്. എന്നാൽ എന്തുകൊണ്ട് ഒത്തിരി ആളുകൾ മനസാക്ഷി നിസ്സാരമായി കാണുന്നു? മനസാക്ഷി നമ്മുടെ ആത്മാവിനുള്ളതാണ്. അത് ഇതുപോലെയാണ് ശരീരത്തിന് കണ്ണുപോലെ. യേശു പറഞ്ഞു, ശരീരത്തിന്റെ വിളക്ക് കണ്ണാവുന്നു. കണ്ണ് ചുവന്നതെങ്കിൽ ശരീരം മുഴുവനും പ്രകാശമാകും. അവൻ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ വെളിച്ചം ഇരുളാകാതിരിക്കാനാണ്. ലൂക്കോസ് 11 ആ അധ്യായത്തിന്റെ മധ്യഭാഗത്ത്. ഇത് എങ്ങനെയാണ് നമ്മുടെ ആത്മാവിന്റെ കാര്യത്തിൽ സത്യമാകുന്നത്? നിങ്ങളുടെ കണ്ണിൽ ഒരു കരട് പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? പൊടി നിങ്ങളുടെ കണ്ണിൽ പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാകുകയും നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യും. നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങളത് നിർത്തും. നിങ്ങളൊരു വാഷ് ബേസിനിലേക്ക് പോയി ആ കണ്ണ് കഴുകിക്കളയും. നിങ്ങളത് കഴുകിക്കളയുന്നില്ലെങ്കിൽ അല്പാൽപമായി പൊടി കണ്ണിൽ നിറഞ്ഞു വന്ന് അങ്ങനെ നിങ്ങളുടെ കണ്ണുകളെ കാഴ്ചയില്ലാത്തതാകാം. കുഷ്ഠരോഗമുള്ള ആളുകൾ, അവർക്ക് അവരുടെ കൺപീലികൾ അടയ്ക്കാൻ കഴിയില്ല. അങ്ങനെ കണ്ണുകൾ എപ്പോഴും തുറന്നിരുന്നാൽ അത് കാരണം പൊടി വന്ന് അവരുടെ കണ്ണിൽ നിറയാൻ തുടങ്ങും. അങ്ങനെ അവർ അന്ധരായി മാറും. അവരുടെ കുഷ്ഠരോഗമല്ല അവരുടെ അന്ധതയ്ക്ക് കാരണം. അവരുടെ കൺപീലികൾ അടയ്ക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അതിനകത്ത് പൊടി വന്ന് അറിയുന്നത്. അതിന് കാരണം കുഷ്ഠരോഗം കാരണം കൺപീലിയിലെ മസിലുകൾ നശിച്ചു പോകുന്നു. അതുപോലെ എങ്ങനെ നമ്മുടെ കണ്ണിന്റെ കാഴ്ച പോലെ നമ്മുടെ മനസാക്ഷിയെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചിന്തിക്കുക, നിങ്ങൾ എന്തെങ്കിലും തെറ്റായിട്ട് ചെയ്തു, അത് നിങ്ങളുടെ മനസാക്ഷിയിൽ പൊടി വീഴുന്ന പോലെയാണ്. നിങ്ങളത് കഴുകി കളയുന്നില്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു കാര്യം തെറ്റായി ചെയ്യുന്നു, നിങ്ങളുടെ മനസാക്ഷിയിൽ പൊടി വീഴുകയാണ്. ഇങ്ങനെ പൊടി നിങ്ങളുടെ മനസാക്ഷിയിൽ വീണുകൊണ്ടിരിക്കാൻ അനുവദിച്ചു കൊടുത്തുകൊണ്ടേ ഇരുന്നാൽ അത് നിങ്ങളുടെ കണ്ണിൽ പൊടി വന്ന് വീണുകൊണ്ടിരിക്കുന്ന പോലെയാണ്. കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾ ആത്മീയമായിട്ട് അന്ധരായിത്തീരും. നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത നിങ്ങൾ വേദോസം വായിക്കുമ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ദൈവത്തെ സംബന്ധിച്ചുള്ള യാഥാർത്ഥ്യം കാണാൻ കഴിയില്ല. ആത്മീയ സത്യങ്ങൾ കാണാൻ കഴിയില്ല. നിങ്ങൾക്ക് സ്വർഗീയ വെളിപാടുകൾ ലഭിക്കുകയില്ല. ഈ ലോകത്തിൽ ജീവനുള്ളതിനായിട്ട് ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും. നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയിൽ സൂക്ഷ്മതയുള്ളവനായിരിക്കുന്നില്ലെങ്കിൽ, നിർമ്മലമായി അതിനെ സൂക്ഷിച്ചില്ലെങ്കിൽ. അതുകൊണ്ടാണ് ഞാൻ ആളുകളോട് പറയാനുള്ളത്, നമ്മുടെ കണ്ണുകളുടെ കാര്യത്തിൽ നാം ചെയ്യുന്ന പോലെ എപ്പോൾ നിങ്ങളുടെ മനസാക്ഷി നിങ്ങൾക്ക് ബോധ്യം തരുന്നു അതിനെ ശുദ്ധീകരിക്കുക. ദൈവത്തിന്റെ അടുക്കലേക്ക് പോവുക, അത് ഏറ്റുപറയുക. കർത്താവെ എന്നോട് ക്ഷമിക്കണം, കുറ്റം ഏറ്റെടുക്കുക. ആദമിനെ പോലെ മറ്റുള്ളവർ തൊടരുത്. കർത്താവെ ഞാനിത് ചെയ്തു, എന്നോട് ക്ഷമിക്കണം, എന്നോട് ക്ഷമിക്കണം. അങ്ങനെ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കും. വേദപുസ്തകം പറയുന്നത്, നിങ്ങൾ പാപത്തെ ഏറ്റു പറയുന്നെങ്കിൽ 1 യോഹന്നാൻ 1:9 നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം അവൻ വിശ്വസ്തനും നീതിമാനുമാണ്. നമ്മുടെ എല്ലാ അനീതിയും അവൻ പോക്കും. നാം വെളിച്ചത്തിൽ നടക്കുന്നെങ്കിൽ 1 യോഹന്നാൻ 1:7 അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്ന പോലെ നമുക്ക് തമ്മിൽ കൂട്ടായ്മ ഉണ്ടാവും. യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കും. അതുകൊണ്ട് മനസാക്ഷി നമ്മുടെ ആത്മാവിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്.
നമ്മുടെ സത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അതിനെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ സൂക്ഷിക്കുന്നത് പോലെ. ഒരു ഉദാഹരണം കൂടെ ഞാൻ കാണിച്ചു തരാം. മനസാക്ഷിയുടെ കുത്ത്, അത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വേദന പോലെയാണ്. ഒരു മുള്ള് നിങ്ങളുടെ കാലിൽ കൊള്ളുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് വേദന ഉണ്ടാവും. ആ വേദന ഒരു അനുഗ്രഹമാണ്. നിങ്ങൾക്ക് ആ വേദന അനുഭവിക്കുന്നില്ലെങ്കിൽ ആ മുള്ള് നിങ്ങളുടെ കാലിൽ തുടരും. നിങ്ങൾ അറിയുക പോലുമില്ല അവിടെ ഒരു മുള്ളുണ്ടെന്ന്. അങ്ങനെ നിങ്ങളുടെ കാലുകൾ പഴുക്കും. അതിന്റെ ഉള്ളിൽ മുഴുവനും ചലം നിറയും. നിങ്ങൾ അറിയുകയില്ല, കാരണം നിങ്ങൾക്ക് വേദന എടുക്കുന്നില്ല. അത് നിങ്ങളുടെ കാലിന്റെ അടിയിലായതുകൊണ്ട്. അങ്ങനെ നിങ്ങളുടെ കാലിൽ ഇൻഫെക്ഷൻ ആകുകയും അത് മുറിച്ച് കളയുകയും ചെയ്യേണ്ടി വരും. എന്താണ് നമ്മുടെ കാല് മുറിച്ച് കളയാതെ സൂക്ഷിക്കുന്നത്? വേദനയാണ്. നിങ്ങൾക്കറിയുമോ, വേദന നമ്മുടെ ശരീരത്തിൽ ദൈവം തന്നിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന്? നിങ്ങൾക്കൊരു വേദന, ഉദാഹരണത്തിനൊരു വയറുവേദന, തുടർച്ചയായ വയറുവേദന, അത് നിങ്ങളെ വിചാരപ്പെടുത്തും. അത് ചൂണ്ടിക്കാണിക്കാൻ നിങ്ങളുടെ ശരീരത്തിൽ എന്തോ പ്രശ്നമുണ്ടെന്നാണ്. ആ വേദന കാരണമാണ് നിങ്ങൾ ഡോക്ടറെ കാണാൻ പോകുന്നത്. ഡോക്ടർ അത് പരിശോധിച്ച ശേഷം പറയും, നിങ്ങളുടെ ശരീരത്തിൽ ഒരു അസുഖമുണ്ട്, അതിനൊരു ഗുളിക തരും, നിങ്ങൾക്ക് സൗഖ്യം തരും. അങ്ങനെ ആ ഗുളികയോ ആന്റിബയോട്ടിക്കോ അങ്ങനെയുള്ള ഏത് കാര്യവും അത് നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കും. നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ കണ്ടുപിടിച്ചത് ആ വേദന കാരണമാണ്. നിങ്ങൾക്ക് വേദന ഇല്ലെന്ന് ചിന്തിക്കുക. നിങ്ങളുടെ വയറിലൊരു പ്രശ്നമുണ്ട്, പക്ഷേ നിങ്ങൾക്ക് വയറുവേദന എടുക്കുന്നില്ല. നിങ്ങൾ ചിന്തിക്കും ജീവിതമൊക്കെ നന്നായിട്ട് പോകുന്നല്ലോ, നിങ്ങൾക്ക് വയറുവേദന ഇല്ല, തലവേദന ഇല്ല, ഒന്നുമില്ല. വേദനയില്ലാതെ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ല, പക്ഷേ പ്രശ്നം അവിടെ തന്നെ ഉണ്ട്. നിങ്ങളുടെ ശരീരം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കത് മനസ്സിലാവില്ല എന്നേ ഉള്ളൂ. ദൈവത്തിന് നന്ദി, വേദന എന്ന ഈ സമ്മാനത്തിനായി. അതുകൊണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നു. നിങ്ങൾക്കത് ഇല്ലെങ്കിൽ നിങ്ങളുടെ ശരീരം പെട്ടെന്ന് മരിച്ചു പോകും. രോഗത്തിൽ നിന്ന് വേദന നമ്മളെ സൂക്ഷിക്കുന്നു. മനസാക്ഷ്യം ഇങ്ങനെയാണ്. മനസാക്ഷി നിങ്ങളെ ബോധ്യപ്പെടുത്തുമ്പോൾ, നീ അത് തെറ്റായി ചെയ്തത്, അത് വേദനാജനകമാണ്. അതിനെ നാം അവഗണിച്ചാൽ, നിങ്ങൾ അതിനെ തിരസ്കരിക്കുമ്പോൾ നിങ്ങൾ അതിനെ കൊന്നുകളയാണ്. അങ്ങനെ കുറച്ചു നാൾ കഴിയുമ്പം മനസാക്ഷിയുടെ ശബ്ദം നിങ്ങൾ ഒരിക്കലും എന്നെ കേൾക്കില്ല. ഇത് നിങ്ങളെ കാണിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. ചിന്തിക്കുക, 2 വയസ്സുള്ള ഒരു കുഞ്ഞ് അവന്റെ അമ്മയോട് കള്ളം പറയാൻ ശ്രമിക്കുന്നു. അവന്റെ അമ്മ അവനോട് ചില കാര്യങ്ങൾ ചോദിക്കും. കേട്ടോ മകനെ, നീ ഇത് ചെയ്തോ? ആ കൊച്ചു ബാലൻ മേളിലോട്ട് നോക്കുന്നു. അവൻ പറയുന്നു, ഇല്ല മമ്മി, ഞാനത് ചെയ്തില്ല. അവൻ പറയുന്ന വിധത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും, അവന്റെ മുഖത്ത് മുഴുവനും എഴുതിയിരിക്കുന്നത് ഞാനൊരു കള്ളം പറയുകയാണ്. കാരണം അവൻ അത്ര ബുദ്ധിയുള്ളവനല്ല. അവന്റെ പാപത്തെ മറച്ചു വെക്കത്തക്കമാണ് അവൻ പറയുന്നതിൽ നിന്ന് തന്നെ. കാരണം അവന്റെ മനസാക്ഷി അവനോട് പറയാണ്, നീ ചെയ്തത് കള്ളമാണ്. എന്നാൽ അതേ കുഞ്ഞ് 20 കൊല്ലത്തിന് ശേഷം, അവന്റെ 20-25 വയസ്സിനിടയിൽ അവൻ അനേക പ്രാവശ്യം കള്ളം പറഞ്ഞുകൊണ്ടിരുന്നോണ്ട് അവൻ നിങ്ങളോടൊരു കള്ളം പറയാൻ കഴിയും. ഒരു ഭാവവ്യത്യാസമില്ലാതെ നിങ്ങൾ വിശ്വസിക്കത്തക്കണം. അവൻ ഇങ്ങനെ പറയാൻ കഴിയും, എന്താ നീ പറയുന്നത് പോലും മനസ്സിലാവുന്നില്ല. നല്ലൊരു അഭിനേതാവിനെ പോലെ അവൻ പറയുന്നത് 100% നിങ്ങൾ വിശ്വസിക്കത്തക്കണം. എനിക്ക് നിങ്ങൾക്കും അറിയാം, നമുക്ക് എത്ര നിസ്സാരമായിട്ടത് കഴിയും അഭിനയിച്ച് കള്ളം പറയാൻ ചില കാര്യങ്ങളെക്കുറിച്ച്. എങ്ങനെയാണ് നമ്മളിവിടെ വന്നത്? കാരണം മനസാക്ഷിയുടെ ശബ്ദത്തെ നമ്മൾ കൊന്നുകളഞ്ഞു. അനേക വർഷങ്ങളായി ഈ വഴിയിൽ നിങ്ങൾ നിങ്ങളെ തന്നെ നശിപ്പിച്ചു. ഇത് കാരണമാണ് അനേകർക്ക് ആത്മീയരാകാൻ കഴിയാതിരിക്കുന്നത്. കാരണം അവർ മനസാക്ഷി ശബ്ദത്തെ കൊന്നുകളഞ്ഞു. ഓരോ മേഖലയിലും അവർ മോഹിച്ച് കണ്ണുകൊണ്ടുള്ള ലൈംഗിക ഭാവങ്ങൾ ദൈവം നിഷേധിച്ച എല്ലാ മേഖലകളിലും കൂടി മനസാക്ഷി മരിക്കുന്നതുവരെയും നിർമ്മലരാകുക എന്നുള്ളത് അസാധ്യമായ ഒരിടത്തേക്ക്. എന്നാൽ പ്രത്യാശയുണ്ട്. നമ്മുടെ സത്തയെ പരിശുദ്ധാത്മാവിനോട് തുറന്നു കൊടുത്താൽ നമ്മുടെ മനസാക്ഷിയെ പിന്നെയും ഉണർത്താൻ അവന് കഴിയും. കുറച്ച് സമയങ്ങൾ കൊണ്ട് നമ്മുടെ മനസാക്ഷിയെ മൃദുലമാക്കാനായിട്ട് അവന് കഴിയും. അങ്ങനെ നമുക്ക് പിന്നെയും ആത്മീയരായി തീരാൻ കഴിയും. ഇതാണ് സുവിശേഷത്തിന്റെ നല്ല വാർത്ത. ഇത് നിങ്ങൾക്കും പ്രാപിപ്പാൻ കഴിയും. നിങ്ങൾ യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്ന്, കർത്താവേ, ഞാനൊരു പാപിയാണ്, എന്നോട് ക്ഷമിക്കണേ, ശുദ്ധീകരിക്കണേ, നിന്റെ ആത്മാവിനെ നിറക്കണേ. അവൻ നിങ്ങൾക്ക് മറുപടി തരും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.